നമസ്കാരം. ചികിത്സയുടെ മറവിൽ അനസ്തേഷ്യ മരുന്ന് നൽകി ഭാര്യയെ കൊലപ്പെടുത്തിയ ഡോക്ടർ അറസ്റ്റിൽ. മനുഷ്യ ശരീരം മരുന്നുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന ഉടുപ്പി മണിപ്പാൽ സ്വദേശിയും സർജനുമായ ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിക്ക് നന്നായി അറിയാമായിരുന്നു. ആ അറിവ് ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചതോടെയാണ് ഡോക്ടർ ജയിലിലായത്. ത്വക്ക് രോഗ വിദഗ്ധനായ ഭാര്യ ഡോക്ടർ കൃതിക റെഡ്ഡിയെ ചികിത്സയുടെ മറവിൽ അനസ്തേഷ്യ മരുന്ന് നൽകിയാണ് മഹേന്ദ്ര കൊലപ്പെടുത്തിയത്. കൃതികയ്ക്ക് ദീർഘകാലമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിവാഹത്തിന് മുൻപ് ഭാര്യയുടെ കുടുംബം ഇത് വെളിപ്പെടുത്താത്തതിൽ മഹേന്ദ്ര അസ്വസ്ഥനായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇരുവരുടെയും വിവാഹം 1 വർഷം മുൻപായിരുന്നു. ഏപ്രിൽ 23-നാണ് കൃതികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 21-ന് കൃതികയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ബോധം കെടുത്തുന്നതിന് നൽകുന്ന മരുന്ന് മഹേന്ദ്ര അമിത അളവിൽ നൽകി. വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞ് കൃതികയെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി മറ്റൊരു ഡോസ് കൂടി നൽകി. കുത്തിവയ്പ് നൽകിയ സ്ഥലത്ത് വേദനയുണ്ടെന്ന് കൃതിക പറഞ്ഞുവെങ്കിലും മഹേന്ദ്ര ആശ്വസിപ്പിച്ചു. വീണ്ടും മരുന്ന് നൽകി. പിറ്റേന്ന് രാവിലെ കൃതികയെ ബോധമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കൃതികയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ചോദ്യം ചെയ്യലിൽ മഹേന്ദ്ര കുറ്റം സമ്മതിച്ചു. ഇതോടെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏറെ നാളുകളായി തന്നെ ഈ ഒരു കൊലപാതക ആസൂത്രണത്തിനൊടുവിലായിരുന്നു ഇത് സംഭവിച്ചത്. സ്വന്തമായി ഒരു സ്കിൻ ക്ലിനിക് തുറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കൃതിക. 28 വയസ്സുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിന് പെട്ടെന്നുള്ള മരണം സ്വാഭാവികമാണെന്ന് എഴുതിത്തള്ളി 6 മാസത്തിനു ശേഷമാണ് അവരുടെ ഭർത്താവ് മഹേന്ദ്ര റെഡ്ഡിയാണ് അവരുടെ കൊലപാതകം വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത്. ഏപ്രിൽ 21-ന് വയറ്റിലെ അസ്വസ്ഥതയ്ക്കുള്ള മരുന്നെന്ന വ്യാജേന മഹേന്ദ്ര കൃതികയ്ക്ക് ആദ്യം ഇൻട്രാവാനസ് മരുന്ന് നൽകി. പിറ്റേന്ന് വിശ്രമം ആവശ്യമാണെന്ന് പറഞ്ഞ അയാൾ അവളെ മാർത്തഹള്ളിയിലെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആ രാത്രിയിൽ തന്നെ വീണ്ടും ആ ഡോസ് നൽകാൻ തിരിച്ചെത്തിയതായി പോലീസിനെ ഉദ്ധരിച്ച് ന്യൂ ഏജൻസി PTI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 23-ന് ആ ഡോസ് നൽകിയ സൈറ്റിൽ വേദനയുണ്ടെന്ന് കൃതിക പരാതിപ്പെടുന്നു. അത് നീക്കം ചെയ്യരുതെന്ന് മഹേന്ദ്ര വാട്സപ്പ് വഴി അവളോട് ഉപദേശിച്ചു. മറ്റൊരു ഡോസ് നൽകാൻ ആ രാത്രി വീണ്ടും സന്ദർശിക്കുമെന്ന് ഉറപ്പു നൽകി. രാത്രി 9:30-ഓടെയാണ് അയാൾ ഈ ഭാര്യയുടെ മുറിയിലേക്ക് പോയി വീണ്ടും കുത്തിവയ്പ് നൽകിയത്. പിറ്റേന്ന് രാവിലെ ഏപ്രിൽ 24-ന് കൃതിക പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടെത്തി. ഒരു ഡോക്ടറായിരുന്നിട്ട് മഹേന്ദ്ര CPRന് ശ്രമിച്ചില്ലെന്നാണ് ആരോപണം. അവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടുകൾ പിന്നീട് യുവതിയുടെ അവയവങ്ങളിൽ അനസ്തെറ്റിക് വസ്തുക്കളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഡെർമറ്റോളജിസ്റ്റിന്റെ മരണം സ്വാഭാവികമുള്ളതാണ് പിന്നീട് വെളിപ്പെടുത്തിയത്. കണ്ടെത്തലുകളെ തുടർന്ന് മുമ്പത്തെ അസ്വാഭാവിക മരണ റിപ്പോർട്ട് കൊലപാതക കേസാക്കി മാറ്റുകയും മുനീർ റെഡ്ഡി സമർപ്പിച്ച FIRന്റെ അടിസ്ഥാനത്തിൽ മഹേന്ദ്രയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഭാര്യയുടെ മരണശേഷവും ഇയാൾ ഭയങ്കരമായ സംയമനം പാലിക്കുന്നു. യാതൊരു ദാരുണമായ സംഭവമല്ല ഉണ്ടായതെന്ന രീതിക്ക് ഇയാൾ പെരുമാറുന്നു. ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ യാതൊരു വികാരവും പ്രകടിപ്പിച്ചില്ല. മറിച്ച് താൻ നിരപരാധിയാണ് എന്ന് മാത്രമാണ് ഇയാൾ സ്വാഭാവികമായും ബാധിച്ചത്. അറിയപ്പെടുന്ന ഡെർമറ്റോളജിസ്റ്റായ കൃതിക വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്ന് MBBS പൂർത്തിയാക്കിയിരുന്നു. റായ്ചൂരിലെ നവോദയ മെഡിക്കൽ കോളേജിൽ നിന്ന് MDയും നേടി. പിന്നീട് NBMSൽ നിന്ന് ഡെർമറ്റോളജി, വെനീറിയോളജി, ലെപ്രസി എന്നിവയിൽ DNB നേടിയിരുന്നു. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, അതായത് മെയ് 4-ന് സ്കിൻ ആൻഡ് സ്കാൽപ്പൽ എന്ന പേരിൽ സ്വന്തം സ്കിൻ ക്ലിനിക്ക് തുടങ്ങാൻ കൃതിക ഒരുങ്ങിയിരുന്നത്. ഇതിനിടയിലാണ് ദാരുണമായി കൊല്ലപ്പെടുന്നത്.